ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ചലഞ്ചിന്റെ ഫസ്റ്റ് ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് എന്ത് ചെയ്യണം, എന്ത് കണ്ടന്റ് ഇടണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു. എന്ത് ചെയ്യും ഞാൻ എന്നിട്ട് ആലോചിച്ചു, എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ള സാധനം വെച്ച് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലും ഈ സാധനം കാണും, പക്ഷേ മിക്കവർക്കും ഇത് സോൾവ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ ഒരു ഐറ്റത്തിനെയാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ സൊല്യൂഷനും ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഐറ്റം പോരട്ടെ. ഇതാണ് നമ്മുടെ ആ ഐറ്റം, റുബിക്സ് ക്യൂബ്. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഞാനും യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത്. അപ്പം എനിക്ക് അറിയാവുന്നവരും എൻ്റെ ചാനൽ കാണുന്ന നിങ്ങളും ഇതെന്തായാലും അറിഞ്ഞിരിക്കുക. സിമ്പിളായിട്ട് നമുക്കിത് അൺലോക്ക് ചെയ്യാം. ഇത് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. ഞാൻ പഠിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഞാനായിട്ട് കുറച്ച് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ടെക്നിക്കൂടെ പറഞ്ഞുതരാം. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ യെല്ലോ സൈഡ് ടോപ്പും വൈറ്റ് സൈഡ് ബാക്കും. യെല്ലോ സൈഡ് നമ്മളെങ്ങനെ ഫിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ, ഈ സെൻറ്ററിൽ ഏതാണോ ഇരിക്കുന്നത് അതാണ് നമ്മുടെ ആ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ യെല്ലോ സൈഡ്, ഇത് ബ്ലൂ സൈഡ്, ഇത് ഓറഞ്ച് സൈഡ്, ഗ്രീൻ സൈഡ്, വൈറ്റ്, ബ്ലൂ അല്ല റെഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാനുള്ളത്. സെൻറ്ററിൽ ഏതാണോ അതാണ് ആ സൈഡ് വരാനുള്ള കളർ. ഇതിന് മൊത്തം നമുക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെറും 8 സ്റ്റെപ്പേ ഉള്ളൂ. 8 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റുബിക്സ് ക്യൂബ് സോൾവ് ആണ്. ഈ മുകളിലോട്ട് ഇങ്ങനെ പൊക്കുക താക്കുക അതിനെയൊക്കെ പറഞ്ഞാൽ ലിഫ്റ്റ് എന്നാണ് പറയുക. ഇതിൽ ഇപ്പോൾ ഈ ടോപ്പ് ലെയറിലുള്ളതായിരിക്കും മിക്കവാറും നമുക്ക് മൂവ് ചെയ്ത് കളിക്കേണ്ടത്. അപ്പോൾ ഏതാണോ മൂവ് ചെയ്ത് ഇങ്ങനെ ആക്കേണ്ടത്, നമുക്ക് അതിനെ ഇങ്ങനെ ഈ മുകളിലോട്ട് താഴോട്ട് ലിഫ്റ്റ് എന്നും കറങ്ങുന്നതിനെ ആളായിട്ടും സങ്കല്പിക്കാം. അത് ഇനിയുള്ള സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആദ്യം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ യെല്ലോയ്ക്ക് ചുറ്റും ക്രോസ് ആയിട്ട് വൈറ്റിനെ കൊണ്ടുവരണം. അതായത് ഇവിടെ വൈറ്റ് വരും, ഇവിടെ വൈറ്റ് വരും, ഇവിടെ വൈറ്റ് വരും, ഇവിടെ വൈറ്റ് വരും. ഈ പ്ലസ് സിമ്പിൾ പോലെ വൈറ്റ് വരും. അതിന് സെൻട്രലിൽ കിടക്കുന്ന വൈറ്റുകളാണ് നമുക്ക് ഇവിടെ വരുത്താൻ പറ്റുന്നത്. എന്നാലും സെൻട്രലിൽ കിടക്കുന്ന വൈറ്റ് കണ്ടല്ലോ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അങ്ങനെ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ ഒന്ന് കറക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ഒരെണ്ണം സെറ്റായി. ഇനി നമുക്ക് ഈ സൈഡിലൊന്ന് കറക്കി വെക്കാം. ഈ സൈഡിലില്ല. അടുത്ത് ഈ സൈഡിലില്ല. ഈ സൈഡിലും കിട്ടി. അപ്പോൾ നമുക്ക് ഈ 2 സൈഡ് സെറ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇത് കറക്കുകയെന്ന് പറഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഏത് സൈഡിലോട്ടാണോ വരാനുള്ളത് ആ സൈഡിലോട്ട് കറക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ സൈഡിലോട്ടായി. നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ആക്കാം. ഇനി അടുത്ത് ഇതിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും കറക്കുമ്പോൾ ഈ ടോപ്പ് ഇങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ കറക്കി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ കറക്കി ഇവിടെ വന്ന് ഇങ്ങനെ നമുക്കിവിടെ പ്ലസ് കിട്ടി. ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ ഈ വൈറ്റിന് ചുറ്റും നമുക്ക് ഈ പ്ലസിനെ കൊണ്ടുവരണം. അതായത് നമ്മളിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ തന്നെ പൊസിഷൻ പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഓപ്പോസിറ്റിലോട്ട് വൈറ്റിനെ കൊണ്ടുവരണം. അതിന് വേറെ ഒന്നുമില്ല, നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൈറ്റ് കിട്ടും. പക്ഷെ നമ്മൾ അതിന് മുന്നേ ഒരു സംഭവം ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൈഡിലുള്ള ബ്ലോക്ക് നോക്കണം. സൈഡിലുള്ള ബ്ലോക്ക് നോക്കുമ്പോൾ ഇതിന് മാച്ചായിട്ട് ഇതിൻ്റെ സൈഡിന് കൊണ്ടുവരണം. ഇതിപ്പോൾ ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ മാച്ചിങ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂവിന് സെൻറ്റർ ആയിട്ടുള്ള സൈഡിന് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ കൊണ്ടുവന്നു, എന്നിട്ട് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവരണം. ഓക്കെ, അടുത്ത് റെഡ് ഇപ്പോൾ മാച്ചായിട്ട് ഓൾറെഡി നിൽക്കുവാണ്, അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല, അതിനെ താഴെ കൊണ്ടുവരുന്നു. അടുത്ത് ഗ്രീൻ ഓക്കെയാണ്, താഴെ കൊണ്ടുപോകുന്നു. അടുത്ത് ഇവിടെ താഴെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് കിട്ടി. ഇത് 4 നിങ്ങളിപ്പോൾ നോക്കേണ്ട കാര്യമല്ല, ഇവിടെ നമുക്ക് പ്ലസ് കിട്ടി കാര്യം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ബാക്കി കോർണേഴ്സിനെ വൈറ്റും കൂടെ കൊണ്ടുവരണം. ഈ കോർണർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ ഈ നോക്കുമ്പോൾ ഇത് വേണ്ട ഗ്രീൻ മാച്ച്ഡ് ആണ്, ഇവിടെ ഓറഞ്ച് മാച്ച്ഡ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ 3 കൂടെ കൊണ്ടുവരാനുള്ളൂ. അല്ല, ഈ മാച്ച്ഡ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി അടുത്ത എവിടെയാണോ വൈറ്റ് ഇതായി നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങി വരണം സംഭവം. ഈ ടോപ്പിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് വൈറ്റ് എങ്കിൽ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കളർ മാച്ച് ആക്കണം. അതായത് ആ സൈഡിൽ കൊണ്ടുവരണം. ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ വൈറ്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മാച്ച് ആക്കണം. ഈ സൈഡ് ഓൾറെഡി ഇപ്പോൾ കണ്ടോ മാച്ചായി ഇരിക്കുകയാണ്. അപ്പോൾ ഏത് സൈഡിലാണോ അങ്ങനെയാണ്. ഇപ്പോൾ 2 സൈഡും വരുമ്പോൾ നമുക്ക്
ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ മാച്ചായി നിൽക്കുന്നത് നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതിനെ ഒരു ആളായിട്ട് സങ്കല്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ലിഫ്റ്റാണ്. അപ്പോൾ ഇത് ഈ സൈഡ് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആളെ മാറ്റണം. അതായത് ഇതൊരാളാണ്, ആളിങ്ങോട്ട് മാറുന്നു. അതായത് ഈ ആളിന് താഴെ പോകണം, ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ആളിങ്ങോട്ട് മാറിക്കൊടുക്കുമ്പോൾ ലിഫ്റ്റ് വരുന്നു. ലിഫ്റ്റ് വരുമ്പോൾ ആൾ തിരിച്ച് അതിൽ തന്നെ കയറുന്നു. എന്നിട്ട് ആൾ തിരിച്ച് താഴെ ലിഫ്റ്റിലേക്ക് താഴെ തന്നെ പോകുന്നു. ആളിൻ്റെ പൊസിഷനിലെത്തി. ഇനി അടുത്ത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ അടുത്ത ഒരു വൈറ്റ് വന്നു, അത് മാറിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇനി അടുത്ത് ഈ സൈഡിൽ നമുക്ക് ഈ കളർ റെഡാണ് നിൽക്കുന്നത്. അപ്പോൾ റെഡിലേക്ക് മാച്ച് ചെയ്യണം. റെഡിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആളെ നമ്മൾ ഇങ്ങനെ കറക്കി കൊണ്ടുപോകണം. ഇവിടെ എത്തിയപ്പോൾ റെഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ആൾക്ക് ഇവിടെയാണ് പോകാനുള്ളത്. ഇവിടെ പോകാനുള്ളത് ആൾ സൈഡിലേക്ക് മാറുന്നു, ലിഫ്റ്റ് വരുന്നു, ആൾ തിരിച്ച് കയറുന്നു, ലിഫ്റ്റ് താഴെ പോകുന്നു. താഴെ വന്നു. അടുത്ത് ഈ ആളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂ സൈഡിന് ഒരുമിച്ച് വന്നു. ഞാൻ പറഞ്ഞാൽ രണ്ട് സൈഡ് ഒരുമിച്ച് തന്നെ കറക്കണം. അപ്പോൾ ബ്ലൂ ഇവിടെ വന്നു. അപ്പം ഈ സൈഡിൽ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ആവുന്നു, ലിഫ്റ്റ് വരുന്നു, ആൾ തിരിച്ച് കയറുന്നു, ആൾ താഴെ പോകുന്നു. ഈ സൈഡ് ഫുള്ള് വൈറ്റ് ആയി കഴിഞ്ഞു. ഈ വൈറ്റ് ഇങ്ങനെ ആകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു ഇതും കൂടെ കിട്ടും. അതായത് ഇങ്ങനൊരു സിമ്പലിൽ നമുക്കിവിടെ ക്ലിക്ക് ആവും. ഇവിടെ ഇതും സെറ്റാവും. ഇതും കൂടെ സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള കളർ കൂടെ ഈ സൈഡ് നോക്കി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അഥവാ ഈ വൈറ്റ് താഴെയാണെന്ന് വെച്ചോ, താഴെയാണെങ്കിൽ വേറൊന്നും ചെയ്യല്ല, നമ്മളിതിനെ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ആളെ ഇങ്ങോട്ടൊന്ന് കറക്കുക. എന്നിട്ട് ഇങ്ങനെ വീണ്ടും തിരിച്ച് ലിഫ്റ്റിന് താഴെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത് വീണ്ടും സൈഡിലെ കളർ മാച്ച് ചെയ്യിക്കുക. റെഡ് മാച്ചാക്കി ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ചെയ്യുന്നു. നമുക്ക് ആ വൈറ്റ് ഇവിടെ വരുന്നതാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയി, അതുകൊണ്ട് ഇത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ സെറ്റിന് ചെറിയൊരു വ്യത്യാസം കാണും, അതുകൊണ്ട് അത് നോക്കണ്ട. അപ്പോൾ അത് റൈറ്റ് സൈഡിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, റൈറ്റ് സൈഡിൽ താഴെ ആയിരുന്നാലും മുകളിലോട്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ലിഫ്റ്റിനെ ഇയാളെ ഇങ്ങോട്ടാണ്, റൈറ്റിലോട്ടാണ് കിടക്കാൻ, വീണ്ടും താഴോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ സെയിം സ്റ്റെപ്പ് ഇവിടെ മാച്ച് ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറക്കുന്നു. ഇവിടെ കണ്ടോ, നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ആ ഷിഫ്റ്റ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൈറ്റ് അല്ല ഇവിടെ വരാനുള്ളത്, ഈ വൈറ്റാണ് ഇവിടെ ഇരുന്നത്. പകരം ഈ വൈറ്റാണ് ഇവിടെ വരാനുള്ളത്. അതുകൊണ്ടാണ് ഈ വൈറ്റ് ഇവിടെ നിന്ന് റിലീസായി മുകളിലോട്ട് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ലെയറിനെ ബിൽഡ് ചെയ്യുക എന്നതാണ്. സെക്കൻഡ് ലെയറിൽ നമുക്ക് കളർ കൊണ്ടുവരണം. സെക്കൻഡ് ലെയറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഈ സെക്കൻഡ് ലെയർ നമ്മൾ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഈ യെല്ലോയ്ക്ക് ചുറ്റുമുള്ള ക്രോസ് നോക്കണം. യെല്ലോയ്ക്ക് ചുറ്റുമുള്ള ക്രോസ് നോക്കുമ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്. ഈ ക്രോസ് വയ്ക്കുമ്പോൾ ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഇല്ല, ഇവിടെ യെല്ലോ ഇല്ല. ഇപ്പോൾ നമുക്ക് സാധാരണ ചിലപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതായത് 4 യെല്ലോ വരും. 4 യെല്ലോ വരികയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഈ കോർണറിൽ ഇപ്പോൾ ഇല്ല, ആകെ നമുക്ക് ഈ സൈഡിൽ മാത്രമേ നമുക്ക് ടോപ്പിലുള്ളൂ. ചിലതിൽ നമുക്ക് ചിലപ്പോൾ ചെയ്ത് വരുമ്പം ഇവിടെ മുകളിലായിരിക്കത്തില്ല, പകരം സൈഡിലായിരിക്കും ചിലപ്പോൾ യെല്ലോ വരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്കിതിപ്പം നമ്മുടെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഇല്ലാത്ത സൈഡ് നോക്കിയെടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഈ കളർ കണ്ടോ, ഇത് ഇപ്പോൾ ഓറഞ്ച് കളറാണ്. അപ്പോൾ ഓറഞ്ച് കളർ സൈഡിനെ നമ്മളിവിടെ കൊണ്ടുവരും. ഓറഞ്ച് കളർ സൈഡ് വന്നു. ഓറഞ്ച് കളർ സൈഡ് വന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഏതാണെന്ന് നോക്കണം. അപ്പം ഓറഞ്ച് കൊണ്ടുവന്ന് ടോപ്പിൽ നമുക്കിപ്പോൾ ഗ്രീനാണ് നിൽക്കുക. ഇങ്ങനെ നമ്മൾ സെറ്റാക്കുമ്പോൾ ഈ ടോപ്പിൽ വരുന്ന കളർ ഒന്നെങ്കിൽ ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ വരും. ഇപ്പോൾ ഇതുണ്ടോ, നമുക്ക് ഈ ഗ്രീന് നമുക്ക് ലെഫ്റ്റിലുള്ളതുകൊണ്ട് അത് ടോപ്പ് കളർ ലെഫ്റ്റ്. നേരത്തെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സൈഡായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ മാച്ച് ആക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ വരുന്നതിന് ഏത് സൈഡിലാണോ ആ സൈഡ് ലെഫ്റ്റിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അതേ റൂൾ തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡ് കറക്കണം. ആൾ മാറുന്നു, ലിഫ്റ്റ് വരുന്നു, ആൾ കയറുന്നു, ലിഫ്റ്റ് താഴെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ കളർ താഴെ പോകും, പകരം ഒരു വൈറ്റ് നമുക്ക് അവിടെ നിന്ന് സെപ്പറേറ്റ് ആവും. അപ്പോൾ വീണ്ടും നമ്മളത് വൈറ്റിനെ അടുത്ത് മാച്ചാക്കണം. വൈറ്റിനെ മാച്ചാക്കാൻ വേണ്ടി ഇത് ഓൾറെഡി മാച്ച്ഡ് ആയിട്ട് തന്നെ വരും. ഓപ്പോസിറ്റ് കറക്കുന്നു, ആളെ കയറ്റുന്നു, താഴെ കൊണ്ടുപോകും. ഇപ്പോൾ നമുക്ക് വേണ്ട ഇവിടുത്തെ കളർ മാച്ചായി കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും യെല്ലോ ഇല്ലാതെ സൈഡ് നോക്കാം. വീണ്ടും ഓറഞ്ച് നമുക്ക് യെല്ലോ ഇല്ലാതെ വന്നിട്ടുണ്ട്. ഓറഞ്ചും ബ്ലൂ ആണ് വന്നിട്ടുണ്ട്. ഓറഞ്ചിനെ അവിടെ കൊണ്ടുവരുന്നു. ബ്ലൂ ടോപ്പ് ഉണ്ട്, ബ്ലൂ സൈഡിലാണ് ഈ സൈഡിലാണ് ബ്ലൂ വരുന്നത്. റെഡാണ് നമ്മൾ നോക്കാനുള്ള സൈഡിന്, ഈ സൈഡിലാണ് ബ്ലൂ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് ആളെ മാറ്റുന്നു, ലിഫ്റ്റ് വരുന്നു, ലെഫ്റ്റിൽ ആളെ കയറ്റുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ റൈറ്റ് റിലീസ് ആവുന്നു, നമുക്ക് ലെഫ്റ്റിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് റൈറ്റ് ഓപ്പോസിറ്റ് കിടക്കുന്നു, ലെഫ്റ്റ് കൊണ്ടുവരുന്നു, ആളെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. അപ്പോൾ അത് സെറ്റായി. ഇങ്ങനെ തന്നെ അടുത്ത കളർ നമുക്ക് വൈറ്റ് യെല്ലോ ഇല്ലാത്ത സൈഡ് നോക്കണം. സെൻറ്റർ യെല്ലോ ഉണ്ട്, യെല്ലോ ഇതിൽ നമുക്ക് യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല. ബ്ലൂ കളറിനെ കൊണ്ടുവരുന്നു, റെഡ് റൈറ്റ് സൈഡിലായതുകൊണ്ട് ഓപ്പോസിറ്റ് ആളെ കറക്കുന്നു, ലിഫ്റ്റ് കൊണ്ടുവരുന്നു, ആളെ കയറ്റുന്നു, ലിഫ്റ്റ് കൊണ്ടുവരുന്നു, വൈറ്റ് റിലീസ് ആവുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് കറക്കുന്നു, ലിഫ്റ്റ് കൊണ്ടുവരുന്നു, കറക്കുന്നു, താഴെ കൊണ്ടുപോകുന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ ഉള്ളൂ. ഒരു ബ്ലോക്ക് യെല്ലോ ഇല്ലാത്ത നോക്കാം. ഇവിടെ യെല്ലോ ഇല്ലാത്തതുകൊണ്ട് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. റെഡ് എവിടെയുണ്ട്? റെഡ് ലെഫ്റ്റിലുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്നു, കയറ്റുന്നു, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലായിടത്തും യെല്ലോ കിട്ടിക്കളയും. ഇപ്പോൾ കണ്ട ഇതിലിപ്പോൾ ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്. ഇതിപ്പോൾ സെറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ യെല്ലോ വന്നത്. ചിലപ്പോൾ നമുക്ക് സെറ്റ് ആവാതെ ഒരെണ്ണം മിച്ചം വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ യെല്ലോ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഏത് സൈഡിലാണോ നമുക്ക് ആ ഇല്ലാത്ത ഘട്ട അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, ലിഫ്റ്റ് പൊക്കുന്നു, ആളെ ഇറക്കുന്നു, ലിഫ്റ്റ് തിരിച്ചു കൊണ്ടു. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് കിട്ടും. കണ്ടാണ് ഇവിടെ 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 നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന അവിടെ നിന്ന് നമുക്ക് വീണ്ടും പഴയതുപോലെ സ്റ്റെപ്പ് തുടങ്ങി വരാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ ക്രോസ് കൊണ്ടുവരണം. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുക. അതായത് യെല്ലോയ്ക്ക് ചുറ്റും യെല്ലോയുടെ ഒരു ക്രോസ് ഉണ്ടാക്കണം. യെല്ലോയുടെ ക്രോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നിനും ചെയ്യാം. ചിലയിടത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഓൾറെഡി യെല്ലോ വന്നിട്ടുണ്ടായിരിക്കും. യെല്ലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എങ്കിൽ ആ സൈഡ് നമുക്കിങ്ങനെ ഫോക്കസ് ചെയ്ത്, അതായത് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങാം. ഇല്ല ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെ വെച്ച് സ്റ്റെപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഒരിടത്തും ഒരു ലൈനും വന്നിട്ടില്ല, അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോകാം. അത് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ചുള്ളതുണ്ടോ എന്ന് നോക്കുക. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ചുള്ള സൈഡിന് ഇങ്ങനെ എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇങ്ങനെയാണല്ലോ. ഈ ഫേസിനെ ഇങ്ങനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ലിഫ്റ്റ് മുകളിലേക്ക് കയറ്റുന്നു, ആളെ ഇറക്കുന്നു, ലിഫ്റ്റ് താഴെ പോകുന്നു, ആളെ തിരിച്ച് അവിടെ വന്ന് നിൽക്കുന്നു, ഫേസ് കറങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വന്നു. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്രോസ് കിട്ടുന്നത് വരെ നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നമ്മൾ അടുത്ത് ഇവിടുത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണം. ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഫേസ് കറക്കുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ആളെ ഇറക്കുന്നു, ലിഫ്റ്റ് താഴെ പോയി, ആളെ തിരിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നു, ഫേസ് തിരിച്ച് കറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. വീണ്ടും ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നു, ആളെ മാറ്റുന്നു, ലിഫ്റ്റ് താഴെ പോയി, ആളെ ഇറങ്ങി, രണ്ടെണ്ണം ഉള്ളതാണ്. ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നു, ആളെ മാറ്റി, ലിഫ്റ്റ് താഴെ പോയി, ഇറങ്ങി. ഈ പൊസിഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ മസ്റ്റായിട്ട് നമുക്ക് ഈ ക്രോസ് കിട്ടിക്കഴിയും. നമുക്ക് നോക്കാം. കറക്കുന്നു, ലിഫ്റ്റ് മുകളിൽ വന്നു, ആളിറങ്ങി, ലിഫ്റ്റ് തിരിച്ച് പോയി, ആൾ തിരിച്ച് വന്നു. ഇനി അടുത്തുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻട്രലിലുള്ളതിന് ആദ്യം മാച്ച് ആക്കണം. അതായത് ഈ സെൻറ്ററുമായിട്ട് മാച്ച് വരുന്ന ബ്ലോക്ക് ഉണ്ടാക്കണം. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇത് ഓൾറെഡി മാച്ച്ഡാണ്. ഇവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പം ഇതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെയും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ മാച്ചിങ് പറഞ്ഞത്. അത് ഡൗട്ട് വേറെ ഒന്നും ചെയ്യുന്നു വേണ്ട. ഇങ്ങനെ കറക്റ്റ് വെച്ച് നോക്കണം. ആദ്യം നമുക്കിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും സൈഡ്, ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇങ്ങനെ എഴുതി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം. ഇതിലിപ്പോൾ മാച്ചായി. മാച്ച് ആകുമ്പോൾ ഒരു സൈഡും കൂടെ നമുക്ക് സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ സൈഡുണ്ട്. ഇതിലിപ്പോൾ രണ്ട് സൈഡ് നമുക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ രണ്ട് സൈഡുമാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഇനി അല്ല നമുക്ക് ഒരു സൈഡ് സപ്പോർട്ട് കിട്ടുന്നുള്ളെങ്കിൽ വീണ്ടും ഒന്ന് കറക്കി ഇങ്ങനെ നോക്കണം. നോക്കി നമ്മൾ മാച്ച് ചെയ്യിച്ച്, ഇപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് ഇപ്പോൾ അടുത്ത് ഗ്രീൻ മാച്ച് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഈ സൈഡിലുണ്ട്. അടുത്ത് റെഡ് മാച്ച് ചെയ്യിച്ച് നോക്കാം. റെഡ് മാച്ച് ചെയ്യുമ്പോഴത്തേക്കും പോവുകയാണ്. കണ്ടോ, 3 സൈഡ് നമുക്ക് പോയി. അടുത്ത് ബ്ലൂ മാച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഒരു സൈഡ് മാച്ച് കിട്ടത്തില്ല. അപ്പോൾ അടുത്ത് ഗ്രീനിലേക്ക് വീണ്ടും മാച്ച് ചെയ്ത് നോക്കുന്നു.
ഗ്രീനിൽ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് കിട്ടി. അപ്പോൾ 2 സൈഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ നോക്കാനില്ല, നമുക്ക് തുടങ്ങാൻ പണി. അപ്പം അതിൽ റെഡിയായി നിൽക്കുന്ന 2 സൈഡ്, ഈ സൈഡ് റെഡിയാണ്, ഈ സൈഡ് റെഡിയാണ്. അതിനെ ഒരു സൈഡിന് ഈ റൈറ്റ് ഹാൻഡിലായിട്ട് പിടിക്കണം. ഈ സൈഡ് റൈറ്റ് ഹാൻഡിൽ, അതിൻ്റെ നേരെ ബാക്കിലായിരിക്കും നമുക്ക് അടുത്ത റെഡിയായി നിൽക്കുന്ന സൈഡ്. മനസ്സിലായി? ഇങ്ങനെയാണ് പൊസിഷൻ. റൈറ്റ് സൈഡിൽ ഇത് ബാക്കിൽ പോകും. എന്നിട്ടാണ് നമ്മുടെ സ്റ്റെപ്പ് തുടങ്ങുക. സ്റ്റെപ്പ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ലിഫ്റ്റ് വരുന്നു, ആളിറങ്ങി, ലിഫ്റ്റ് പോയി. ലിഫ്റ്റ് പോയപ്പം ആൾ ഒന്നുകൂടെ കറങ്ങി, അടുത്ത് ലിഫ്റ്റ് വന്നു. ലിഫ്റ്റ് വന്നപ്പോൾ ആൾ വീണ്ടും തിരിച്ച് അതിൽ തന്നെ കയറി, എന്നിട്ട് ലിഫ്റ്റ് താഴെ പോയി. ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ഇപ്പോൾ കണ്ട എല്ലാം ഷഫിളായി നിൽക്കുകയാണ്. നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. മാച്ച് ചെയ്ത് നോക്കുക, മാച്ചാക്കി നോക്കുവാണ്. മാച്ചാക്കി നോക്കുമ്പോൾ ഇവിടെ ബ്ലൂ സെറ്റായി, ഇവിടെ റെഡ് സെറ്റായി, ഇവിടെ ഗ്രീൻ സെറ്റായി, ഇവിടെ ഓറഞ്ച് സെറ്റായി. അതായത് ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു നമുക്ക് 2 സൈഡ് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ മസ്റ്റായിട്ട് നമുക്ക് 4 സൈഡും സെറ്റാകും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ 4 കോർണേഴ്സാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. ഈ സ്റ്റെപ്പിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 4 കോർണറാണ്. ഈ കോർണറിൽ ആദ്യം ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോർണറിൻ്റെ പൊസിഷനിങ് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. പൊസിഷനിങ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ യെല്ലോ, ഇവിടെ ഓറഞ്ച്, ഇവിടെ ഗ്രീൻ ഉണ്ട്. ഇപ്പോൾ ഈ 3 കളറും ഈ ക്യൂബിലുണ്ടോ എന്ന് നോക്കണം. ഈ ക്യൂബിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ ബ്ലൂ ആണ്, ബ്ലൂ ഈ സൈഡിലില്ല. അപ്പം ഇത് ഇവിടെ വരേണ്ട പൊസിഷനിലുള്ള ബ്ലോക്ക് അല്ല, അത് വിടാം. അടുത്ത കളർ നോക്കാം. അടുത്ത് ഇവിടെ തന്നെ ബ്ലൂ വരേണ്ടതുണ്ട്, ഇതിൽ ബ്ലൂ ഇല്ല, അപ്പോൾ അതിലും ഇല്ല. അടുത്ത് ഇവിടെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, പക്ഷേ ഇവിടെ കണ്ടോ റെഡാണ്, ഓറഞ്ച് അല്ല, ഇവിടെ റെഡാണ് വരാനുള്ളത്. അപ്പോൾ ഇതും പൊസിഷൻ കറക്റ്റ് അല്ല, ഇതും അതേപോലെ തന്നെയാണ്. പക്ഷേ ഇത് കണ്ടോ ഈ ബ്ലോക്ക് കറക്റ്റാണ്. ഇവിടെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഈ പൊസിഷൻ ഇവിടെ കറക്റ്റാണ്. ഇത് ഇങ്ങനെ കറക്റ്റ് അല്ല വരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ ബ്ലോക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ആയിട്ട് വരും. ഇവിടെ ഈ ടോപ്പ് എല്ലാം നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതെല്ലാം ഇവിടെ വരേണ്ട കട്ടകളാണ്, ഇതെല്ലാം മാർക്ക് വരാനുള്ളതാണ്. ഈ ഒരെണ്ണം മാത്രം ഇവിടെ വന്നിട്ട് പക്ഷേ ഇത് കറങ്ങി വരണം. അതിനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും റൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് നമുക്ക് കിട്ടിയാൽ ആ സൈഡിന് റൈറ്റ് സൈഡിലായിട്ട് പിടിക്കുക. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ സൈഡ് പിടിക്കുക. പിടിച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതൊരാളായിട്ട് സങ്കല്പിക്കുക. ആൾ മാറി ലിഫ്റ്റ് വന്നു, ആളപ്പോൾ ആ ലിഫ്റ്റിലോട്ട് കയറി, ആ ലിഫ്റ്റ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് വേറെ ലിഫ്റ്റ് വന്നു, അത് ഇതിനേക്കാളും നല്ലൊരു ലിഫ്റ്റായിരുന്നു. അപ്പോൾ അയാൾ ഈ ലിഫ്റ്റിൻ്റെ പുറകെ ഓടി, ഈ ലിഫ്റ്റിൽ കയറി. അപ്പം പക്ഷേ ഈ ലിഫ്റ്റ് നേരത്തെ പോകുന്ന ലിഫ്റ്റായിരുന്നു. ഈ ലിഫ്റ്റ് പോയി, അയ്യോ പോയി, ലിഫ്റ്റ് പോയി. അയാൾ ആ ലിഫ്റ്റിൻ്റെ പുറകെ ഓടി, അപ്പോൾ ഈ ലിഫ്റ്റും പോയി. മനസ്സിലായല്ലോ? ഇപ്പം സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഇത് എൻ്റെ രീതിയിലുള്ള കോൺസെപ്റ്റിൽ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നോക്കാം എല്ലാ മാച്ചിങ് ആയിട്ടുണ്ടോ എന്ന്. ക്യൂബ് ഇവിടെ യെല്ലോ, ഗ്രീന്, റെഡ്. നമുക്കിതാ ഇതിൽ യെല്ലോ, ഗ്രീന്, റെഡ് 3 കളറുണ്ട്. ഇതിൽ ഓറഞ്ച് നമുക്കിത് ഈ കളർ മാച്ച് ആയിട്ടില്ല. ഇവിടെ കണ്ടോ ബ്ലൂ കയറി വന്നിരിക്കുകയാണ്. അതുപോലെ ഇവിടെ റെഡ് കയറി വന്നിരിക്കുകയാണ്, റെഡില്ല. ഈ ബ്ലോക്കും തെറ്റാണ്. അപ്പോൾ വീണ്ടും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കിന് ഈ സൈഡിൽ പിടിക്കുക. ആൾ മാറി നിന്നു, ലിഫ്റ്റ് വന്നു, ആൾ ആ ലിഫ്റ്റിൽ കയറി, അതിനേക്കാളും നല്ലൊരു ലിഫ്റ്റ് വന്നു. അപ്പോൾ ആൾ തിരിച്ച് ആ ലിഫ്റ്റിൽ കയറി, അപ്പോൾ ഈ ലിഫ്റ്റ് താഴെ പോയി, അയ്യോ ലിഫ്റ്റ് പോയി, അപ്പോൾ ഈ ലിഫ്റ്റ് തിരിച്ച് താഴെ പോയി. ഇപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് കറക്റ്റായി വരേണ്ടതാണ്. ഇവിടെ നോക്കുമ്പോൾ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത് സെറ്റായി കഴിഞ്ഞു. ഇവിടെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആകെ നമുക്ക് പഠിക്കാനുള്ള സ്റ്റേജ് പഠിക്കാൻ ഇത്തിരി പാടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് പഠിക്കാൻ എളുപ്പമെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫൈനൽ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് ഈ സൈഡ് ഇപ്പോൾ കോർണർ സെറ്റായി നിൽക്കുകയാണ്. ഇത് ഓൾറെഡി സെറ്റാണ്, നമുക്ക് ഇത് മാറ്റാനൊന്നും ആവശ്യമില്ല. പക്ഷേ അപ്പോൾ ആ സൈഡ് നമ്മൾ റൈറ്റിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ പൊസിഷൻ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഏത് പൊസിഷൻ ആളിനെയാണോ ശരിയാക്കാനുള്ളത് ആ ആളിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ലിഫ്റ്റിൽ താഴെ കൊണ്ടുപോകുന്നു, ഇറക്കി വിടുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ലിഫ്റ്റ് പോയതുകൊണ്ട് ആൾ തിരിച്ചു വരുന്നു. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പിലെന്ന് പറഞ്ഞാൽ ഇവിടെ യെല്ലോ വരുന്നത് വരെ നമുക്ക് ഈ സ്റ്റെപ്പ് ചെയ്യണം.
ഇവിടെ നമുക്ക് എല്ലാം കിട്ടിയിട്ടില്ല. അപ്പോൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇതാളെ തിരിച്ചു വരുന്ന വരെ ആ സ്റ്റെപ്പ്. വീണ്ടും ലിഫ്റ്റ് താഴെ വരുന്നു, ഇയാളെ ഇറക്കി വിടുന്നു, ലിഫ്റ്റ് മുകളിൽ പോകുന്നു, ആളെ തിരിച്ചു വരുന്നു. ഓക്കെ, വീണ്ടും ആ സ്റ്റെപ്പ് തന്നെ. ലിഫ്റ്റ് താഴെ വരുന്നു, ആളെ ഇറക്കി വിടുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ആളെ തിരിച്ചു വരുന്നു. ലിഫ്റ്റ് താഴെ വരുന്നു, ആളെ ഇറക്കി വിടുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ആളെ തിരിച്ചു വരുന്നു. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ആളെ തിരിച്ച് വരുന്ന സ്റ്റെപ്പ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, യെല്ലോ ഇപ്പോൾ വന്നു. ഇത് നമുക്ക് ഇവിടെ വരേണ്ട ബ്ലോക്ക് തന്നെയാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആളിനെ കൊണ്ടുവരിക. ആളെ ഇറക്കി വിടുന്നു, പോകുന്നു, തിരിച്ച് കയറുന്നു, തിരിച്ച് കയറും. ലിഫ്റ്റ് താഴെ പോകുന്നു, ആളെ ഇറക്കി വിടുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ആൾ തിരിച്ചു വരുന്നു. താഴെ പോകുന്നു, ആളെ ഇറക്കുന്നു, മുകളിൽ വരുന്നു, തിരിച്ച് വരുന്നു. താഴെ പോകുന്നു. ഈ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ഇവിടെ വന്നു. യെസ്. ഇനി അടുത്ത് ഫൈനൽ സ്റ്റെപ്പ്. നമുക്ക് ഇതും കൂടെ സെറ്റ് ആകുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് ഫുൾ കംപ്ലീറ്റ് ആവും. കൊണ്ടുവരുന്നു, ആളെ താഴെ കൊണ്ടുവരുന്നു, വിടുന്നു, ലിഫ്റ്റ് മുകളിൽ വരുന്നു, ആളെ തിരിച്ചു വരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ഇത്രയും സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളെ ഫൈനൽ റിവീലാണ്. നമ്മളെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതിങ്ങനെ മാറ്റുന്നതോടുകൂടി ടാടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങളുടെ രീതിയിൽ പഠിക്കുക. എൻ്റെ രീതിയിലുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്കിത് സെറ്റാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.